PT റീഡിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തെറ്റിക്കാതിരിക്കാൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. അതായത് PT റീഡിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണെന്ന് നമുക്കറിയാം. എന്നാലും പല സ്റ്റുഡൻസും അല്പം പ്രയാസമെന്ന് പറയുന്നതും അല്പം തെറ്റിക്കുന്നതുമായിട്ടുള്ള സെക്ഷൻസിലൊന്നാണ് PT റീഡിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. അതിനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആ ബ്ലാങ്ക്സ് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ബ്ലാങ്കിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ 2 or 3 വാക്കുകൾ വായിച്ച് അതിൻ്റെ ഒരു കോണ്ടെക്സ്ച്വൽ ക്ലൂ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ബ്ലാങ്കിൻ്റെ 2 or 3 വാക്കുകൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. ഉദാഹരണം, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹി വാസ് നോൺ ഡാഷ് ഹിസ് ഓണസ്റ്റി. ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് 4 ആണ്. ഹി വാസ് നോൺ ഫോർ ഹിസ് ഓണസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ളൊരു കൊളോക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് കൊളോക്കേഷൻസൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ റെസ്പോൺസിബിൾ ഫോർ, ഇൻട്രസ്റ്റഡ് ഇൻ, അല്ലെങ്കിൽ കേപ്പബിൾ ഓഫ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വാക്കുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉത്തരങ്ങൾ ശരിയാക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് പ്രത്യേകം ഫോക്കസ് ചെയ്യുക. കുറച്ച് ഇതുപോലുള്ള കൊളോക്കേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വായിച്ച് നോക്കുക.